പവർ ഗ്രൂപ്പിലെ സംസ്ഥാന മന്ത്രി ഗണേഷ് കുമാറും പ്രധാന നടൻ ദിലീപുമാണോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ച് സംവിധായകൻ വിനയൻ. സിനിമാ തമ്പുരാക്കന്മാരെല്ലാം ഒത്തുചേർന്ന് മാക്ട ഫെഡറേഷൻ തകർത്ത് സ്വന്തം ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു സംഘടന ഉണ്ടാക്കിയത് മുതലാണ് തെമ്മാടിത്തരങ്ങളുടെയും ആധുനിക സിനിമാ ഗുണ്ടായിസത്തിൻ്റെയും വേലിയേറ്റം മലയാള സിനിമയെ മലീനസമാക്കാൻ തുടങ്ങിയതെന്ന് സംവിധായകൻ വിനയൻ കുറ്റപ്പെടുത്തി. സിനിമാ താരങ്ങളെ വിമർശിക്കുകയും മുഖത്തു നോക്കി കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തതിൻ്റെ പേരിൽ തന്നെ 12 വർഷത്തോളം വിലക്കി നശിപ്പിച്ചവരാണ് ഈ സമൂഹത്തിനു മുന്നിൽ ഉടുതുണിയില്ലാതെ നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെയാണ് വിനയൻ്റെ പ്രതികരണം. വി ഹെയ്റ്റ് വിനയൻ എന്ന ഓൺലൈൻ അക്കൗണ്ട് ഉണ്ടാക്കി തന്നെ തകർക്കാൻ ശ്രമിച്ച വീരന്മാരാണ് ഇന്ന് സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നത്. ഇത് കാലത്തിൻ്റെ കാവ്യനീതിയാണ്. 2008 ഡിസംബറിൽ എറണാകുളം സരോവരം ഹോട്ടലിൽ സിനിമാ തമ്പുരാക്കന്മാരെല്ലാം ഒത്തുചേർന്ന് മാക്ട ഫെഡറേഷൻ എന്ന സംഘടനയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്നു വിനയൻ. സംഘടന തകർത്തിട്ടും വൈരാഗ്യം തീരാതെ നിങ്ങൾ എന്നെയും വിലക്കി. നടൻ തിലകൻ വിനയന്റെ ഭാഗത്താണ് ന്യായം എന്ന് പറഞ്ഞതോടെ അദ്ദേഹത്തിനെയും വിലക്കി. അദ്ദേഹത്തിന്റെ മരണശേഷം ഞാൻ നിങ്ങളുടെ വിലക്കിനെതിരെ കോടതിയിൽ പോയി. കോമ്പറ്റീഷൻ കമ്മീഷൻ നിങ്ങൾക്കെതിരെ വിധിച്ചു. കോടികൾ മുടക്കി നിങ്ങൾ സുപ്രീം കോടതി വരെ പോയി കേസ് വാദിച്ചപ്പോൾ എതിർഭാഗത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോയിരുന്നു. പക്ഷേ സത്യം എൻ്റെ ഭാഗത്തായിരുന്നു. അമ്മ സംഘടനയ്ക്ക് 4 ലക്ഷം രൂപയാണ് ഫൈൻ അടച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാക്ട ഫെഡറേഷൻ അന്നുണ്ടാക്കിയപ്പോൾ പ്രധാനമായും ഉണ്ടാക്കിയ യൂണിയൻ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയായിരുന്നു. അവിടെ സ്ത്രീകളായ ആർട്ടിസ്റ്റുകൾക്ക് പ്രത്യേക പരിരക്ഷയ്ക്ക് തീരുമാനങ്ങൾ എടുത്തിരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുകളെ സിനിമയിൽ എത്തിക്കുന്ന ഏജന്റുമാർക്ക് കർശന നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. ചെറിയ ആർട്ടിസ്റ്റുകളെയും തൊഴിലാളികളെയും അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുന്ന താരങ്ങളെയും സംവിധായകരെയും പരസ്യമായി മാക്ട ഫെഡറേഷൻ വിമർശിക്കുകയായിരുന്നുവെന്നും വിനയൻ കുറിപ്പിൽ പറഞ്ഞു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെളിയിൽ വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മലയാള സിനിമയെ ഇന്നും നിയന്ത്രിക്കുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ഡ്രൈവർമാരും പിണിയാളുകളുമൊക്കെ എങ്ങനെ സിനിമയിൽ നുഴഞ്ഞു കയറിയെന്ന് നമ്മുടെ സിനിമാ പ്രമുഖർ ഇനിയെങ്കിലും സത്യസന്ധമായി ഒന്ന് ചിന്തിക്കുമോ?